ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന കുറച്ച് പോസ്റ്റ് കാർഡുകളാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു റയർ കാറ്റഗറി വരുന്ന പോസ്റ്റ് കാർഡൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും തിരുവിതാംകൂർ പോസ്റ്റ് കാർഡ് സ്റ്റാമ്പുകൾ എന്നിങ്ങനെയുള്ള സാധനങ്ങൾ കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് പോസ്റ്റ് കാർഡുകളൊക്കെയാണ്. എല്ലാം നല്ല കണ്ടീഷൻ, മിൻറ്റ് കണ്ടീഷൻ പോസ്റ്റ് കാർഡുകളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോസ്റ്റ് കാർഡൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച തിരുവിതാംകൂറിലെ ആ ഒരു പോസ്റ്റ് കാർഡാണ്. സർവീസ് 6+2 ക്യാഷ് എന്നറിയപ്പെടുന്ന ഗ്രീൻ കളർ പോസ്റ്റ് കാർഡാണ്. എല്ലാം നല്ല മിൻറ്റ് കണ്ടീഷൻ പോസ്റ്റ് കാർഡാണ്. ഈ ഒരു കാർഡിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന, ഏകദേശം പറഞ്ഞാൽ ഒരു 500 രൂപ വരെയൊക്കെ ഈ ഒരു പോസ്റ്റ് കാർഡിന് ഇപ്പോൾ മാർക്കറ്റിൽ വില ലഭിക്കാവുന്ന കാർഡാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാർഡ് 6 ക്യാഷ് എന്നറിയപ്പെടുന്ന പോസ്റ്റ് കാർഡാണ്. തിരുവിതാംകൂർ അഞ്ചലിലെ പോസ്റ്റ് കാർഡാണ്. അഞ്ചൽ കാർഡ് നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാം, തിരുവിതാംകൂർ അഞ്ചൽ കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാർഡിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ, ഏകദേശം ഒരു 600 രൂപ 700 രൂപ വരെയൊക്കെ മാർക്കറ്റ് വില ലഭിക്കാവുന്ന നല്ലൊരു പോസ്റ്റ് കാർഡാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കാർഡിൻ്റെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഈ ഒരു കാർഡിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു കവറിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രിൻ്റ് പോലെയാണ്. അപ്പോൾ ഈ ഒരു കാർഡും എനിക്ക് മിൻറ്റ് കണ്ടീഷനിലാണ് കിട്ടിയത്. നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കാർഡ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാർഡും 6 ക്യാഷ് എന്നറിയപ്പെടുന്ന കാർഡാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് 6 ക്യാഷ് എന്നറിയപ്പെടുന്ന കാർഡ് തന്നെയാണ്. രണ്ടിലും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കളേഴ്സിലാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പോസ്റ്റ് കാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് വെറൈറ്റികളൊക്കെ വരുന്നുണ്ട്. ചിലതിൽ വന്നിട്ട് കളേഴ്സ് ആയാലും, ചിലതിൽ വന്നിട്ട് ലെറ്റേഴ്സ് ആയാലും, ചിലതിൽ വന്നിട്ട് എറർ ആയിട്ടും അങ്ങനെയൊക്കെ പോസ്റ്റ് കാർഡും സ്റ്റാമ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ചതാണ് ഈ ഒരു പോസ്റ്റ് കാർഡും. ഈ ഒരു പോസ്റ്റ് കാർഡിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ. ഇപ്പോൾ ഞാൻ പറയുന്ന മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ ഒരു കാർഡിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള പോസ്റ്റ് കാർഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാർഡിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു കാർഡ് ഗ്രീൻ കളർ, അതായത് ആദ്യം നമുക്ക് പരിചയപ്പെട്ട കാർഡൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു കാർഡിനെ പോലെ തന്നെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഈ ഒരു കാർഡ് ഇരിക്കുന്നത്. പക്ഷേ രണ്ടിലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, 4 പൈസ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചറിന് മുകളിലായിട്ട് നമുക്കൊരു പ്രിൻ്റഡിൽ, അതായത് അണ്ടർ പ്രിൻ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, 4 പൈസ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന +2 ക്യാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് സർവീസ് എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ നമുക്ക് സർവീസ് എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ താഴെയായിട്ട് 4 പൈസ എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാർഡിനും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാൻ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള പോസ്റ്റ് കാർഡാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാർഡ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് കിട്ടാവുന്ന കാർഡാണ്. പക്ഷേ കുറച്ച് വില കൂടുതലാണ്. ഏകദേശം 400 രൂപ മുതൽ 600 രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്ന ഗ്രീൻ കളർ 4 പൈ എന്നറിയപ്പെടുന്ന പോസ്റ്റ് കാർഡാണ്. ഈ ഒരു കാർഡ് നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാർഡ്. നമ്മൾ നേരത്തെ ആദ്യം പരിചയപ്പെട്ട കാർഡൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പരിചയപ്പെട്ട കാർഡ് ഈ ഒരു കാർഡാണ്. അതിൽ 6 ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു കാർഡിൽ വരുമ്പോൾ നമുക്ക് സെൻറ്ററായിട്ട് 6 ക്യാഷ് എന്ന് ഇംഗ്ലീഷ് ലെറ്ററിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആദ്യം പരിചയപ്പെട്ട കാർഡിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ രണ്ടും ഒരുപോലത്തെ കാർഡ് തന്നെയാണ്. പക്ഷേ രണ്ടിലും വരുന്ന ഡിഫറൻസ്, ഒരു വ്യത്യാസങ്ങളുണ്ട്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. 2 കാർഡുകളും വെച്ച് നമുക്ക് നോക്കി നോക്കാം. 2 കാർഡുകളിലും വരുന്ന വ്യത്യാസങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കാർഡിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വില കിട്ടാവുന്ന പോസ്റ്റ് കാർഡുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കളക്ഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, തിരുവിതാംകൂറിലെ പോസ്റ്റ് കാർഡ് കളക്ഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഈ ഒരു തിരുവിതാംകൂറിലെ 4 പൈ എന്നറിയപ്പെടുന്ന കാർഡ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട കാർഡ് നമ്മൾ ഗ്രീൻ കളർ കാർഡാണ്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു കാർഡ് ഗ്രീൻ കളർ കാർഡാണ്. സെയിം കാർഡ് തന്നെയാണ്. പക്ഷേ രണ്ടിലും കളറിൽ വ്യത്യാസമുണ്ട്. ഇത് റെഡ് കളറും ഇത് ഗ്രീൻ കളർ കാർഡുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് കാർഡിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന കാർഡ് തന്നെയാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇതൊരു സ്റ്റാമ്പാണ്. ചിത്ര നഗർ എന്ന് കൊടുത്തിരിക്കുന്ന സ്റ്റാമ്പാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു സ്റ്റാമ്പാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി വരുന്ന സ്റ്റാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് 6 ബ്ലോക്ക് വരുന്ന 1 അണ തിരുവിതാംകൂർ ശ്രീ ചിത്ര എന്ന മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന 1 അണ എന്നറിയപ്പെടുന്ന സ്റ്റാമ്പ്. ഈ ഒരു സ്റ്റാമ്പിനും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ കിട്ടാവുന്ന സ്റ്റാമ്പ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു എൻവലോപ്പാണ്, ചക്രം 2 എന്നറിയപ്പെടുന്ന. അപ്പോൾ ഈ ഒരു
ചക്രം 2 എന്നറിയപ്പെടുന്ന ഈ ഒരു എൻവലോപ്പിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള എൻവലോപ്പാണ്. അപ്പോൾ ഈ ഒരു എൻവലോപ്പ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്കിത് അയച്ച ആൾ തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ട്രാവൻകൂർ സ്റ്റേറ്റ് മിൻറ്റ് എൻവലോപ്പ് വിത്ത് സ്പോട്ട് ഓൺ ഫ്രണ്ട് ആൻഡ് സാക്ക് EV 750 രൂപ. അപ്പോൾ എനിക്കിത് കിട്ടിയിരിക്കുന്നത് 750 രൂപയ്ക്കാണ് ഈ ഒരു എൻവലോപ്പ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ 750 രൂപയ്ക്ക് ഈ ഒരു എൻവലോപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് പോസ്റ്റ് കാർഡുകളാണ്. തിരുവിതാംകൂറിലെ പോസ്റ്റ് കാർഡുകളാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള പോസ്റ്റ് കാർഡുകളൊക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള പോസ്റ്റ് കാർഡ്, തിരുവിതാംകൂറിലെ പോസ്റ്റ് കാർഡൊക്കെ നിങ്ങൾ കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഇതുപോലുള്ള പോസ്റ്റ് കാർഡൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ, തിരുവിതാംകൂറിനെ സംബന്ധിച്ച് കൊടുക്കാനുള്ള പോസ്റ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിലോ ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് തിരുവിതാംകൂറിലെ പോസ്റ്റ് കാർഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുണ്ട്. നിങ്ങൾ തിരുവിതാംകൂറിലെ പോസ്റ്റ് കാർഡോ സ്റ്റാമ്പോ കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കളക്ഷൻ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നത്ര സാധനങ്ങൾ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്യൂച്ചറിൽ നാണയങ്ങളെപ്പോലെ തന്നെ ഈ ഒരു പോസ്റ്റ് കാർഡിനും അത്യാവശ്യം നല്ലൊരു വില തന്നെ കിട്ടാവുന്ന ഒരു കാലം വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.